നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് മാലിന്യ പ്ലാന്റിനെതിരെ ജനരോഷം ശക്തം. കുമ്പളങ്ങാട് ഖരമാലിന്യ പ്ലാന്റിൽ നിന്നുള്ള മലിനജലവും രൂക്ഷമായ ഈച്ചശല്യവും കാരണം ജനജീവിതം ദുസ്സഹമായതോടെ പ്ലാന്റിനെതിരെ നാട്ടുകാർ വൻ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. പ്ലാന്റിലെ മാലിന്യ പ്രശ്നം മൂലം പടരുന്ന ദുർഗന്ധവും പകർച്ചവ്യാധി ഭീഷണിയും സഹിക്കവയ്യാതെ ചത്ത ഈച്ചകളെ ശേഖരിച്ച് പ്രദർശിപ്പിച്ചാണ് പ്രദേശവാസികൾ തങ്ങളുടെ അമർഷം രേഖപ്പെടുത്തിയത്. നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ ഡിവിഷൻ കൗൺസിലർ E. കൃഷ്ണനുണ്ണിയുടെ നേതൃത്വത്തിൽ പ്ലാന്റിലേക്ക് മാലിന്യവുമായി വരുന്ന വാഹനങ്ങൾ തടയുമെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. മുള്ളൂർക്കര വാഴക്കോട് ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായ കൃഷിനാശം. മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കവുങ്ങ്, വാഴ, മഞ്ഞൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുകയും വേലികളും മതിലുകളും തകർക്കുകയും ചെയ്തു. വാഴക്കോടുള്ള ഷംസുവിൻ്റെ പുരയിടത്തിലിറങ്ങിയ കാട്ടാന വീടിനരികിലൂടെ നടന്ന് വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയ്ക്ക് അരികിൽ വരെ എത്തിയ ശേഷമാണ് കാട്ടിലേക്ക് മടങ്ങിയത്. പ്രദേശത്ത് കാട്ടാന ശല്യം നിത്യസംഭവമായി മാറിയതോടെ വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. വേലൂർ പഞ്ചായത്തിലെ ചെറുകുന്ന് ഹരിജൻ നഗറിൽ കുന്നിടിച്ച് മൊബൈൽ ഫോൺ ടവർ നിർമ്മാണത്തിനായി ആഴത്തിൽ കുഴിയെടുത്തത് 24 കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണി ഉയർത്തുന്നു. ടവർ നിർമ്മാണത്തിനായി എടുത്ത വലിയ കുഴി കാരണം പ്രദേശത്തെ 50 വർഷം പഴക്കമുള്ള വലിയ കുടിവെള്ള ടാങ്ക് ഉൾപ്പെടെ 2 ടാങ്കുകൾ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ഈ വിഷയത്തിൽ വാർഡ് മെമ്പർ ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. വീണ്ടും ജില്ലാ കലക്ടറെ സമീപിക്കുവാനും തീരുമാനിച്ചു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് ശക്തമായ കാറ്റിലും മഴയിലും വലിയ തെങ്ങ് വേരോടെ പിഴുതു വീണ് കല്ലൂർ മഠത്തിൽ കൃഷ്ണറാവുവിൻ്റെ വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് കൃഷ്ണറാവുവിൻ്റെ മകനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ K. സതീഷ് കുമാറിൻ്റെ ഭാര്യയും കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട് ഇവർ ഉടനെ തന്നെ പുറത്തേക്ക് ഓടിയിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയും കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു.